138 വർഷത്തെ പാരമ്പര്യമുള്ള കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നാണ് മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഇന്ന് അദ്ദേഹം ഒരു വോട്ട് ചോർച്ചയും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 3 മുന്നണികളും നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 3 മുന്നണികളും മത്സരിച്ച സമയമെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇതുവരെ BJPക്ക് NDAക്ക് ഇതുവരെ ഇത്തരത്തിൽ മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ഇത്തവണ 3 അംഗങ്ങൾ ഉണ്ടായതോടുകൂടി BJP ഇത്തവണ മത്സരിക്കുന്നു. അതോടുകൂടി 3 മുന്നണികളും മത്സരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ആർക്കും വോട്ട് ചോർച്ചയില്ലാതെ 101 വോട്ടുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചപ്പോൾ 35 വോട്ടുകളാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി AC മൊയ്തീന് ലഭിച്ചത്. 3 വോട്ടുകളാണ് ചാത്തന്നൂർ MLA ആയ NDAയുടെ പ്രതിനിധി BB ഗോപകുമാറിന് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തവണ്ണമുള്ള 25ാമത് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തവണ്ണമുള്ള ഒരു ഏടാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ ഡയസിലേക്ക് ആനയിച്ചത് മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ശ്രീ പിണറായി വിജയനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയനും ചേർന്നാണ് അദ്ദേഹത്തെ ഡയസിലേക്ക് ആനയിച്ചത്. പിന്നീട് മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവരും ഘടകകക്ഷികളുടെ പ്രതിനിധികളും സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരും ഇന്ന് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് സഭയിൽ സംസാരിക്കുകയുണ്ടായി. പിന്നീട് നിയമസഭയുടെ പരിസരത്തുള്ള മഹാത്മാഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തി സ്പീക്കർ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം ഇന്ന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മെജോറിറ്റി അല്ല താൻ കണക്കാക്കുക എന്നാണ്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മെജോറിറ്റി അല്ല, മറിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ നിർഭയത്തോടെ സഭയിൽ അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതിലായിരിക്കും തൻ്റെ ശ്രദ്ധ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ കൂടി അദ്ദേഹം ഓർമ്മിച്ചെടുക്കാൻ ചെറിയ ഒരു സമയം കൊണ്ട് ആദ്യകാല പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന് റോൾ മോഡൽ എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. അദ്ദേഹം ഒരു മണ്ഡലത്തിൽ ഒരു MLA എന്തായിരിക്കണം എന്നതിൻ്റെ റോൾ മോഡലാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് ഹാർദമായ അനുമോദനമെന്നായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ കൂടി സ്വരം കേൾക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തമായ ഒരു മോഡലായി തന്നെയായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുക എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം NDAയുടെ പ്രതിനിധിയായി രാജീവ് ചന്ദ്രശേഖർ MLA സൂചിപ്പിച്ചത് NDAയ്ക്ക് വോട്ട് ചെയ്ത 30 ലക്ഷം വോട്ടർമാരുടെ പേരിലാണ് താൻ നന്ദി അറിയിക്കുന്നത് എന്നായിരുന്നു. NDA പ്രതിനിധികൾ പറഞ്ഞത് തങ്ങളുടെ ശബ്ദം കൂടി കേൾക്കാനുള്ള അവസരമുണ്ടാകണം എന്നായിരുന്നു. ഇന്ന് സഭയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തവണ്ണമുള്ള ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുമ്പോൾ 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകുക. അതിനെ തുടർന്ന് 1, 2, 3 തീയതികളിൽ ഇനി അതിന്മേലുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് നടക്കുക. അതേസമയം 1-നോ 2-നോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കലണ്ടറിൽ അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും 1-നോ 2-നോ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കും. കീഴ്വഴക്കം അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് പ്രതിപക്ഷം നിർത്താറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് സൂചന. എങ്കിൽ പോലും ഇപ്പോൾ നിയമസഭ പുറത്തുവിട്ടിരിക്കുന്ന 16ാമത് കേരള നിയമസഭയുടെ കലണ്ടർ പ്രകാരം ഇതുവരെ പുറത്തുവിട്ടിരിക്കുന്ന കലണ്ടർ പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ കൃത്യമായ ഒരു വ്യക്തതയില്ല. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം, ഒരുപക്ഷെ ജൂൺ 5-നോ 6-നോ ബഡ്ജറ്റ് നടക്കാനുള്ള സാധ്യതയുമുണ്ട്.